നാശത്തിൻ്റെയും ആൾനാശത്തിൻ്റെയും വാർത്തകൾ കൂടുതലായി വരുന്ന മണിക്കൂറാണ്. അത് അധികം അങ്ങനെ മുന്നോട്ടേക്ക് മരണസംഖ്യ വളർന്നു വലുതായി മുന്നോട്ടേക്ക് പോവാതിരിക്കട്ടെ എന്ന് മാത്രമേ സമാധാനകാംക്ഷികൾക്ക് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. സുഹൈൽ മുഹമ്മദ് ന്യൂസ് ഡെസ്കിൽ തുടരുന്നു. സുഹൈൽ, 5 മരണം എന്നുള്ളത് 24 മരണമാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ നമുക്കറിയാത്ത ജനവാസ മേഖലകളിലേക്ക് കൂടി മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യാതെ പോയി വീഴുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സ്വാഭാവികമായി മരണം വല്ലാതെ ഉയരാൻ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ സങ്കടകരമായ ആഫ്റ്റർമാത്ത്. സുഹൈൽ, തീർച്ചയായും വിഷമകരമായി തന്നെ പറയട്ടെ, 24 മരണം സംഭവിച്ചിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ഇസ്രായേൽ ഇറാൻ നടത്തിയിരിക്കുന്ന ഒരു പ്രിസൈസായ അറ്റാക്ക് അല്ല, ഒരു യുദ്ധ പ്രഖ്യാപന നിലയ്ക്ക് വ്യാപകമായി ജനവാസ മേഖലയടക്കം ആക്രമണം നടത്തി എന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ ആക്രമണം നടത്തുക. ഒരു യുദ്ധരംഗത്തും ഒരു യുദ്ധനീതിയും ഇല്ലാത്ത കാര്യമാണ് ആ ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ 24 കുട്ടികൾ മരിച്ചിരിക്കുന്നത്. അതായത് പ്രിസൈസായി വേണമെങ്കിൽ ഇസ്രായേൽ ആക്രമിക്കാറുണ്ട്. ഇപ്പോൾ കമനയാണ് ലക്ഷ്യമിട്ടതെങ്കിൽ, പെസഷ്കിയാണ് ലക്ഷ്യമിട്ടതെങ്കിൽ അങ്ങനെ പ്രിസൈസായി ആക്രമിച്ച് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് നമ്മൾ കണ്ടതാണ് ഇറാൻ. പക്ഷേ ഇവിടെ ഇസ്രായേൽ അച്ചീവ് ചെയ്ത് നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ ഇസ്രായേൽ ലക്ഷ്യമിട്ടതായിരുന്നില്ല, ഒരു മാസീവായ ഡിസ്ട്രക്ഷൻ ആയിരുന്നു, ഒരു വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സ്ഫോടനമായിരുന്നു ലക്ഷ്യമിട്ടത്. അത് തന്നെയാണ് അവിടെ നടത്തിയിരിക്കുന്നതാണ്. ഇപ്പോൾ കാഷ്വാലിറ്റികളുടെ എണ്ണം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞു എത്ര കണ്ട് ഭീകരമായ സ്ഫോടനമാണ് ഇസ്രായേൽ ഇറാനിൽ നടത്തുന്നതും ഇറാൻ ഈ പറയുന്ന മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ നടത്തി നമുക്ക് അറിയില്ല. കാരണം അത് ഇനി വരാൻ പോകുന്ന മണിക്കൂറിൽ മാത്രമാണ് മനസ്സിലാകുക. അങ്ങനെ വൈകുന്ന മണിക്കൂറിലാണ് ഇപ്പോൾ 24 പേരുടെ മരണമെന്ന കാഷ്വാലിറ്റി നിരക്ക് കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാസീവായ ഡിസ്ട്രക്ഷൻ ഇസ്രായേൽ ഇറാൻ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ഈ റീറ്റാലിറ്റി, അതായത് ഈ പറയുന്ന നോർത്ത് ഇസ്രായേൽ രാജ്യങ്ങളിലാണ് ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നത്. അവിടെ ഏതെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ടോ, അവിടെ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ട് നടക്കുന്ന കാര്യങ്ങളും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. ഇപ്പോൾ ഈ പറഞ്ഞതനുസരിച്ചാണ് ഇപ്പോൾ 24 പേരുടെ മരണമാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്നത്. ഈ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇതിനപ്പുറത്തേക്ക് നിരക്കുണ്ടാകും. സ്കൂളിലെ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ജനവാസ മേഖലയിൽ തന്നെ ആയിരിക്കും ഇസ്രായേൽ ആക്രമണം നടന്നിട്ടുണ്ടാകുക. റീറ്റാലിയേഷനും സമാനമായി ഇസ്രായേലിനെയും ജനവാസ മേഖലയിലാണോ നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരാനുണ്ട്. അതായത് മണിക്കൂറുകൾ കഴിയും തോറും നമുക്ക് ഇതിന്റെ കാഷ്വാലിറ്റികളുടെ എണ്ണം കൂടുതലായിട്ട് ഈ പറയുന്ന കാഷ്വാലിറ്റി അനുസരിച്ചുള്ള അല്ലെങ്കിൽ എത്രത്തോളം നാശനഷ്ടമുണ്ടാകുന്ന കാര്യങ്ങൾ ഇനി വരുന്ന മണിക്കൂറുകൾ ലഭ്യമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപ്തി എത്ര കണ്ടുണ്ട് എന്ന് അറിയണമെങ്കിൽ ഇനി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് ലോകരാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നില്ല, സമാധാന ചർച്ചയ്ക്ക് ഒരു കോൾ പോലും എടുക്കുന്നില്ലാണ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ അശ്വിനി നേരത്തെ സൂചിപ്പിച്ച പോലെ റഷ്യ ഈ പറയുന്ന ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം, ഇസ്രായേൽ സംഘർഷം വളരെ വേഗത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന ആവശ്യവുമായ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ അങ്ങനെ നെഗോഷിയേഷൻ ഉണ്ടാകണമെന്ന ഒരു ആവശ്യവുമായി ഉയർത്തി റഷ്യയെങ്കിലും വരുന്നു. അതേ ഘട്ടത്തിൽ ഒരു നെഗോഷിയേഷൻ ചാർജ് ഏറ്റെടുക്കാൻ തയ്യാറെന്ന രീതിയിൽ ഇപ്പോൾ ഇന്തോനേഷ്യൻ പ്രസിഡന്റും രംഗത്ത് വരുന്നു. നമുക്കറിയുന്ന പോലെ തന്നെ ഇറാനെയും അമേരിക്കയും ഈ ആണവായുധ ചർച്ചയുമായി ബന്ധപ്പെട്ട് ടേബിളിൽ ഇരുത്തിയത് ഒമാൻ എന്നൊരു ചെറു രാജ്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സമാധാനത്തിന് ഇന്തോനേഷ്യ എന്നൊരു വലിയ രാജ്യം രംഗത്തേക്ക് വരുന്നു. എത്ര കണ്ട് ഈ നെഗോഷിയേഷൻ ചർച്ചകൾ ഫലപ്രദമാകുമോ എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ ഇന്തോനേഷ്യ, നോർവേ വരുന്നുണ്ട്. നോർവേ സേസ് ഇസ്രായേൽ സ്ട്രൈക്സ് ഓൺ ബാൻ ഇറാൻ ബ്രീച്ച് ഇന്റർനാഷണൽ ലോ. നോർവേ പറയുന്നുണ്ട്, ഇന്തോനേഷ്യ പറയുന്നുണ്ട്. പക്ഷേ ഇന്തോനേഷ്യയും നോർവേയും ഒക്കെ എത്രത്തോളം ആയുധശേഷിയും വാഗ്ബലവുമുള്ള രാജ്യങ്ങളാണ്. പക്ഷേ റഷ്യ പറയുന്നത് അങ്ങനെയല്ല. റഷ്യ പറയുന്നത് അടിയന്തരമായി നിർത്തണം എന്ന് പറയുന്നുണ്ട്. ഖമനിയുടെ കൊട്ടാരം, ഖമനിയുടെ പാലസ് ഏതാണ്ട് പൂർണ്ണമായി തകർത്തു. അതിന്റെ ഒരു സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്കതിൽ നിന്ന് ഇസ്രായേലിന്റെ അവകാശവാദം പോലെ പൂർണ്ണമായി തകർന്നോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുന്നത് സാറ്റലൈറ്റ് ഇമേജ് ഷോസ് ഡിസ്ട്രക്ഷൻ ഓഫ് ഖമനൈസ് കോമ്പൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പാലസ് പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞു, അതോ അതിന് ചുറ്റുവട്ടത്തുള്ള മേഖലകൾ ആണോ തകർന്നത് എന്നത് ഈ സാറ്റലൈറ്റിൽ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമല്ല. കാരണം അതിനു മുമ്പ് ഈ പാലസ് എങ്ങനെയിരുന്നു നമുക്കറിയില്ല, അതുകൊണ്ടാണത് വ്യക്തമല്ലാത്തത്. എന്തായാലും ആ പാലസിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ആ പാലസ് ലക്ഷ്യമിട്ടതാണ് കൃത്യമായും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനൈ, ദീർഘനാളായി ഇസ്രായേലിനെയും അമേരിക്കയുടെയും കണ്ണിൽ കരടായി തന്നെ നിൽക്കുന്ന, അമേരിക്കയോടും ഇസ്രായേലിനോടും ഏതെങ്കിലും തരത്തിൽ താഴ്ന്നു കൊടുക്കാതെ ഉച്ചത്തിൽ ശബ്ദമുയർത്തുന്ന ഖമനൈ തന്നെയാണ് ദീർഘനാളായി ഇസ്രായേലിലെയും അമേരിക്കയുടെയും ലക്ഷ്യം. അപ്പോൾ ഖമനയെയും അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്ന് ഇസ്രായേലും അമേരിക്കയും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പ്രേക്ഷകർ ഈ കാണുന്നത് ഇറാന്റെ പരമോന്നത നേതാവ്, അവിടെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം പരമോന്നത നേതാവ് എന്ന് പറയുന്ന വലിയ പദവിയാണ്. അവിടുത്തെ ഏറ്റവും പരമാധികാരിയുടെ കൊട്ടാരമാണ്. കൊട്ടാരത്തിന് മുകളിലേക്ക് ഇസ്രായേൽ അമേരിക്ക സംയുക്ത വ്യോമാക്രമണത്തിൽ അത് തകർന്നു. 100% ക്ലാരിറ്റിയോടുകൂടിയുള്ള പ്രിസിഷൻ അറ്റാക്ക് ആയിരുന്നു എന്നാണ് അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെടുന്നത്. പക്ഷേ അപ്പോഴും ആയത്തുള്ള അലി ഖമനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ക്ലാരിറ്റി ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നതും. അതിൻ്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത എന്തായാലും വരട്ടെ. എന്തായാലും ആ യുദ്ധ സാഹചര്യം ആ മേഖലയിൽ വളരെ കൃത്യമായി തന്നെ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.
എക്സിസ്റ്റൻഷ്യൽ ത്രട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇറാൻ അവിടെ നിൽക്കുന്നത് ഇസ്രായേലും അമേരിക്കയ്ക്കും എന്തോ അവരുടെ നിലനിൽപ്പിന് പ്രശ്നമാണ്. അതിനെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ തുടരുന്നു, അല്ലെങ്കിൽ ഖമനയെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ കൃത്യമായി തുടരുന്നു എന്ന സന്ദേശം തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഇതിനോടകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഏറ്റവും ഒടുവിൽ ട്രംപ് ട്രൂത്ത് സോഷ്യലിട്ട ആ പോസ്റ്റിലും എന്തുകൊണ്ട് ഖമനയെ അവിടെ തുടരരുത് എന്ന് ട്രംപിന്റെ വ്യക്തിപരമായ ആഗ്രഹമാണ് അതിൽ പറയുന്നത്. അതിനിടയിൽ സെൻട്രൽ ഇസ്രായേലിൽ ഇപ്പോൾ വലിയ തോതിൽ സൈറണുകൾ മുഴങ്ങുന്നു എന്ന വാർത്ത കൂടി വരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇറാൻ 32 ബാലിസ്റ്റിക് മിസൈലുകളുടെ ആദ്യ ബറാഷ് ആദ്യം അയച്ചിരുന്നു ഇസ്രായേലിലേക്ക്. അത് പല ടെലവീവിലടക്കം വലിയ സ്ഫോടനങ്ങളോട് പൊട്ടിയതാണ്. ഇപ്പോൾ മധ്യ ഇസ്രായേലിൽ വ്യാപകമായ സൈറൺ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. രണ്ടാമത്തെ ഇറാന്റെ ഈ ദിവസം രണ്ടാമത്തെ മിസൈൽ കൂട്ടം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, അവിടെ വീണ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ് ഇറാന്റെ ഫസൽ ഗഫൂർ പറയുന്നത് പോലെ ഇറാന് മിസൈലുകൾക്ക് മേലിൽ വലിയ ആധിപത്യമുണ്ട്. ഒരുപാട് മിസൈലുകൾ, ഒരുപാട് രീതിയിലുള്ള, ഒരുപാട് ദീർഘദൂരമല്ലാത്തതുമായ ആകാശത്ത് പോയി പൊട്ടി പലതായി പൊട്ടി പിന്നെയും പലതായി പൊട്ടി പലയിടത്ത് പോയി വീഴുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള അത്യാധുനിക മിസൈലുകൾ സ്വന്തമായ രാജ്യമാണ് ഇറാൻ. അതൊക്കെ നേരത്തെ ഇസ്രായേൽ പോയി വീഴുന്ന ഒരു കാഴ്ചകൾ നമ്മൾ ഒറ്റ വർഷം മുമ്പ് മാത്രം കണ്ടതാണ്. അതിന് തുടർച്ച ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത്തരത്തിൽ രാക്കാലത്ത് തീമഴ ഉണ്ടാവുകയാണെങ്കിൽ താഴെ കിടക്കുന്ന നിരപരാധികളാണ് ആ തീമഴയിൽ ചുട്ടുകരിക്കപ്പെടുക എന്നുള്ളത് നമുക്ക് മുന്നിൽ അധികം മുന്നേ അല്ലാത്ത യാഥാർത്ഥ്യമാണ്. അബുദാബി ഇതിനിടയിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കരുത്, സ്ഥിതിഗതികൾ നിലവിൽ ശാന്തമാണ്, ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് UAE ഇപ്പോൾ പറയുന്നത് എന്നാണ് അജ്മനിൽ നിന്ന് കിട്ടുന്ന വിവരം. നിലവിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് അജ്മനിൽ നിന്ന് കിട്ടുന്ന വിവരം. വ്യാജ വാർത്തകളിൽ പരിഭ്രാന്തരാകരുത്, രാജ്യം സാധാരണ നിലയിലാണെന്നാണ് അബുദാബി നൽകുന്ന നിർദ്ദേശം. അതേസമയം സംശയാസ്പദമായ വസ്തുക്കളിൽ തുടരുത് എന്ന മുന്നറിയിപ്പുമായി UAE എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പറയുന്നു. ഏതെങ്കിലും വസ്തുക്കൾ അവശിഷ്ടം കണ്ടാൽ അടുത്തേക്ക് പോകരുത്, അധികൃതരെ വിവരം അറിയിക്കണം. കാര്യം ഈ വീണ് പൊട്ടിയ മിസൈലിന്റെ അവശിഷ്ടങ്ങളാകാം, അതുകൊണ്ട് അതൊരു പക്ഷേ ജീവന് ഭീഷണിയാകുന്ന അവശിഷ്ടങ്ങളാകാം. അതിൽ പോയി ഏതെങ്കിലും കൗതുകത്തിൽ പോയി തൊട്ടു നോക്കരുത് എന്നാണ് UAEയുടെ മുന്നറിയിപ്പ്. അതിനിടയിൽ വന്ന ഏറ്റവും വലിയ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഇറാനിൽ തന്നെയാണ്. ഇറാനിലെ മിനാബിലെ സ്കൂളിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 24 വിദ്യാർത്ഥികൾ, അതൊരു പെൺകുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ്. ആ സ്കൂളിനെ ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ മിനാബിൽ 24 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. ഈ മിനാബിലെ സ്കൂളിൽ IRGCക്ക് സൈനിക കേന്ദ്രമുണ്ട് എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. IRGCയുടെ പ്രതികരണം വരുന്നത് IRGC ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഇറാന്റെ ഒഫീഷ്യൽ സൈന്യത്തിന്റെ ഒഫീഷ്യൽ സ്ഥിരീകരിക്കുന്ന വിവരം പുറത്തു വരുന്നത് ശത്രുവിന്റെ പരാജയം ഉറപ്പാക്കും വരെ തിരിച്ചെടുത്ത് തുടരും എന്നതാണ് ഇറാന്റെ IRGCയുടെ ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പായി വരുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം നമ്മൾ കാത്തിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.